കോയ സാറിന്റെ വീടല്ലേ? അല്ല, എനിക്ക് പെയിന്റ് പണിയാണ്. കോയാന്ന് എന്റെ പേര്. ഞാൻ ഉദ്ദേശിച്ച ആളന്നെയാ കോയ. അതെ, എന്നാ വരി കേറി കുത്തിരിക്കും. നീ കള്ള നായ കുടുംബത്തൊക്കെ ഒരാള് വരുമ്പോ. എന്റെ പേര് മൊയ്തു എന്നാണ്. അതെ, നിങ്ങളെവിടെ? ഞാനിവിടെ പറമ്പിൽ പീടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പണിക്കൊക്കെ പോകാറുണ്ട് അവിടെ. എത്ര മക്കളാ സാറിന്? എന്റെ പേര് എന്നെ കോയാന്ന് വിളിച്ചാൽ അങ്ങനെ കേൾക്കുമ്പോ നാളെ. അല്ല, ഞങ്ങൾ എന്താ അറിയോ, ഞങ്ങൾ എല്ലാരെയും സാറിനാണ് അഭിസംബോധന. ഞാനൊരു അധ്യാപകനാണ്. നിങ്ങളിപ്പോ നിങ്ങള് അല്ലെങ്കിലും ഇതല്ലേ മാസല്ലേ, നിങ്ങളെ വിളിക്കാം. ഇന്നെ എത്ര മക്കളാ നിങ്ങൾക്ക്? എനിക്ക് ഒരെണ്ണം തന്നെ ഉള്ളു. എന്തിനധികം? എന്താ മോന്റെ പേര്? ബസാം. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 9. എങ്ങനെയുണ്ട് ആള്? പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട്? വളരെ മോശമാണ്. ഇപ്പൊ അതാ പറഞ്ഞോണ്ടിരിക്കണേ. ഒരവസരം പഠിക്കണില്ല ചക്ക. ഓൻ പറയണ ഓനെ അവര് പഠിപ്പിക്കണില്ല എന്നാണ്. അവിടെ ചെല്ലുമ്പോ ഇപ്പം പഠിക്കണില്ല എന്നാ അവരും. ഇതിന്റെ ഇടയിൽ കിടന്ന് ഇടങ്ങറാവണ ഞാനാണ്. ഏത് സ്കൂളിലാണ് പഠിക്കണേ? നമ്മുടെ ഗവൺമെന്റ് സ്കൂളില്. ഇക്ക് പെയിന്റ് പണിയാണ്. ഒരു 10 സാധനം എഴുതി തന്ന അതെന്താ എഴുതിയേക്കണെന്ന് ഈ കടലാസിൽ നോക്കി അറിയില്ല. ചപ്പൻ എന്റെ പണിക്കും കൂടി പറ്റൂല. ഇവന്റെ കാര്യത്തില് ഇനി കോയക്കൊക്കെ യാതൊരു ടെൻഷനും വേണ്ട. എന്താ നിങ്ങൾ നോക്കുവോ? ഞങ്ങളെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് നോക്കിക്കൊള്ളാണ്. അൾട്ടിമേറ്റ് അതെന്തൊരു അസുഖത്തിന്റെ പേരല്ലേ അൾട്ടിമേറ്റ്? അല്ലല്ല, രോഗം അൽഷിമേഴ്സ്. ഇത് അൾട്ടിമേറ്റ് ആണ്. അത് ശരി, അത് മോഹൻലാലിന്റെ പടത്തിൽ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഈ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടേ ഇതൊരു ട്യൂഷൻ സെന്ററാ. അത് ശരി. ഇവിടെ ഈ നമ്മുടെ നഴ്സറി കുട്ടികൾ മുതൽ എൻട്രൻസ് കോച്ചിങ്ങിന് വരെ കുട്ടികൾ വരുന്നുണ്ട് അവിടെ പഠിക്കാൻ. അപ്പൊ എന്താ പറയുക സാറേ, നമ്മൾ ഓരോ കുട്ടിക്കും ഓരോ ഐക്യു ഉണ്ടോ? എന്തായിക്കൂന്ന്? അതായത് ഈ ക്യാച്ചിങ് പവർ ഇല്ലേ, ടീച്ചർമാർ ക്ലാസ് എടുക്കുമ്പോ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ചില മിടുക്കന്മാരായ കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ മനസ്സിലാവും. അപ്പൊ കോയക്കൊരു പണി ചെയ്യൂ, നാളെ മോനെ കുട്ടി ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരും. അതെ, ഞങ്ങളുടെ ഈ ആട്ടുംകൂട്ടിലേക്ക്. മറ്റേ ആട്ടുകൂട്ടല്ല, അൾട്ടിമേറ്റ്. അതെ. എങ്ങനെ അതിന്റെ കായൊക്കെ? ഫീസൊക്കെ ലളിതമായ ഫീസേ ഉള്ളൂ. എല്ലാ സാധാരണക്കാർക്കും ഒതുങ്ങുന്ന രീതിയിലുള്ള ഫീസാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പൊ നാളെ എന്തായാലും കോയക്ക മോനെ കൊണ്ട് അങ്ങോട്ട് വരും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. മിസ്റ്റർ സോഡ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇന്നലെ വന്ന് ജോയിൻ ചെയ്തു. നീ ഇന്നലെ വന്നു? ഇരിക്കേ. നീ വന്നല്ലേ? ഇരിക്കേ. നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, ഒരു പുതിയ പാഠത്തിലേക്ക് പോവാം. ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന പാട്ടെടുത്തോളൂ. ലാസ്റ്റ് ലീഫ് 132ാമത്തെ പേജിൽ കേട്ടാ. എന്താ ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞാൽ? അവസാനത്തെ ഇല. ലോകപ്രശസ്തനായിട്ടുള്ള ഓ ഹെൻറിയുടെ കഥയാണ് എന്ത്? ലാസ്റ്റ് ലീഫ്. ഞാനൊരു കാര്യം ചെയ്യാം, അതിന്റെ കഥ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടൊന്ന് ചുരുക്കി പറയാം. ജോൺസി എന്ന് പറയുന്ന വളരെ സാധുവായ പാവപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് ന്യൂമോണിയ വന്ന് കിടപ്പിലായി. അവൾ കിടക്കുന്ന സമയത്ത് ജനലിലൂടെ നോക്കുമ്പോൾ ഒരു മരം കാണും. ചുരുക്കം. എല്ലാവർക്കും മനസ്സിലായില്ലേ? നിനക്ക് മനസ്സിലായോ? അത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ എല്ലാവരും പുസ്തകം എടുത്തോ. എവിടെയാണ് 2 മാർക്ക്? അത് 2 മാർക്ക് എവിടെയെന്ന്? അതെനിക്ക് ആ ഒരു പ്രോബ്ലം മാത്രം ഭയങ്കര ടഫായിരുന്നു. എടി, ഡൗട്ട് ഉള്ളത് ചോദിച്ച് മനസ്സിലാക്കണ്ടേ? അതിനല്ലേ നിന്നെ ഇവിടുന്ന് സ്കൂളിലേക്ക് വിടുന്നത്. എന്നാ എനിക്കത് അമ്മയൊന്ന് പറഞ്ഞുതരോ? ഞാനെങ്ങനെ പറഞ്ഞേ?
ഞാൻ മലയാളം ടീച്ചറല്ലേ, ഇത് മാത്സ് അല്ലേ? അത് ഓ നിന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടണ ആ മറ്റേ കൊച്ചില്ലേ, എന്താ അതിന്റെ പേര്? ദേവപ്രിയ. ആ, അതിന് എത്ര മാർക്ക് ഉണ്ട്? അവൾക്ക് ഫുൾ മാർക്ക് ഉണ്ട്. ഒന്നൂത്തി പഠിക്കണം, സ്കൂളിലേക്കാന്നും പറഞ്ഞ് ഇറങ്ങും. നിന്റെ ടീച്ചറെ ഞാൻ വിളിക്കട്ടെ, അറിയണല്ലോ നീ ഇവിടുന്ന് എന്തിനാ പോണേന്ന് അറിയണല്ലോ. അല്ല, സംശയം പറഞ്ഞു കൊടുക്കാൻ സമയം ഇല്ലേന്നും എനിക്കൊന്ന് ചോദിക്കണം. സാറേ, ഞാനേ കൃഷ്ണപ്രിയ ഇല്ലേ 7B-ലെ? ആ, കൃഷ്ണപ്രിയയുടെ മദറാണ് മണ്ടോദരി ടീച്ചർ. ആ ടീച്ചറെ. ആ, അതെ, കുട്ടി പേപ്പർ കൊണ്ടുവന്നു, 2 മാർക്ക് കുറവുണ്ടല്ലോ. ആ, അത് 20-ലല്ലേ? അതെ. അല്ല, അത് അവള് ഇപ്പൊ കുറച്ച് പ്രോബ്ലംസിൽ കുറച്ച് പിന്നോട്ട് പോകുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി, അതാണല്ലോ 2 മാർക്ക് പോയത്. ഞാൻ ചോദിക്കണത് സാറിന് അവളുടെ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തൂടെ? ടീച്ചറെ, നമുക്ക് വേറെ ക്ലാസ്സുകൾ ഉണ്ടല്ലോ, അതിന്റെ ഒരു... അല്ല, വേറെ ക്ലാസ് ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ കുട്ടിക്ക് വേണ്ട കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇത്ര ഫീസ് തന്ന് ആ സ്കൂളിലേക്ക് അവളെ വിടുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന ഗവൺമെന്റ് സ്കൂളിലേക്ക് അവളെ എന്റെ കൂടെ കൊണ്ടുപോയാൽ പോരെ? ഈ സ്കൂൾ വണ്ടിയുടെ പൈസ ചെലവില്ല, സ്കൂൾ ഫീസ് ചെലവില്ല, വേറെ യൂണിഫോം എടുക്കണ്ട. ആ ടീച്ചറെ, മനസ്സിലായി, സംഭവം മനസ്സിലായി. ഇനി ഒരു 1/2 മാർക്ക് പോലും എന്റെ കുട്ടിയുടെ പോവാൻ പറ്റില്ലേ സാറേ? ആ ടീച്ചറെ, നമുക്ക് നമ്മുടേതായ രീതിയിൽ പരമാവധി ശ്രമിക്കാം. ശരി, എന്റെ സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പൊ ഡൗട്ട് ചോദിക്കാൻ നിന്നില്ല എന്നുള്ള പരാതി വേണ്ട, കേട്ടല്ലോ? അടുത്ത തവണ ഫുൾ മാർക്ക് അല്ലെങ്കിൽ ആ എന്ത് നോക്കിയിരിക്കണ, അങ്ങോട്ട് ചെയ്ത് പഠിക്കടി. നമ്മളിപ്പോൾ ഈ അടിയന്തരമായ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് നമ്മൾ സ്കൂളിനെ സംബന്ധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ 9D എന്ന ക്ലാസ്സിലെ കുട്ടികൾ കുറഞ്ഞതുകൊണ്ട് ആ ഡിവിഷൻ എടുത്തു പോകാൻ പോവുകയാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഹെഡ് മാസ്റ്റർ നിങ്ങളോട് കൃത്യമായി പറഞ്ഞു തരുന്നതാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ വർഷം SSLC പരീക്ഷയ്ക്ക് ഏറ്റവും കുറച്ച് കുട്ടികൾ പാസ്സായത് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നാണ്. വളരെ നന്നായി. അല്ല, അത് നമ്മുടെ ജില്ലയിലാണ് നമ്മുടെ വിദ്യാലയത്തിന് ഈ കളക്കം വന്നിട്ടുള്ളത്. പക്ഷെ ഇതിലും മോശമായ വിദ്യാലയങ്ങൾ മറ്റു ജില്ലകളിലുണ്ട്, ഗവൺമെന്റ് സ്കൂളുകൾ. അത് വെച്ച് നോക്കിയപ്പോ നമ്മൾ ഇത്തിരി മുന്നിലാണ്. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിദ്യാർത്ഥികളുടെ വിജയശതമാനം കൂടുവാനും ഈ വിദ്യാലയത്തിന്റെ പ്രശംസ വാനോളം ഉയരുവാനും നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ ഈ വിദ്യാലയത്തിൽ വന്ന് പഠിക്കുവാനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് അടിയന്തരമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ 9D പോയി കിട്ടും വിദ്യാലയത്തിൽ. ഇത് ചെയ്യാനൊന്നുമില്ല സാറേ, ഇവിടെ ഉള്ള അധ്യാപകരുണ്ടല്ലോ, ഓരോരുത്തർ പറയും. അതെ, അത് അങ്ങനെ ഒരു ഇത് വേണം. എനിക്കൊരു അഭിപ്രായം പറയാണ്ട്. അല്ല, ഇരുന്ന് പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ള അഭിപ്രായം എന്താ വെച്ചാൽ, ഇവിടുത്തെ അധ്യാപകര് നേരെ ചൊവ്വ പഠിപ്പിക്കുകയാണെച്ചെങ്കില് കുട്ടികൾക്ക് ഇവിടെ നല്ല വിജയശതമാനം ഉണ്ടാവുകയും ചെയ്യും. ഒരു കുട്ടികളും ഇവിടെ സ്കൂൾ വിട്ട് വേറെ സ്കൂൾക്ക് പോവില്ല. അല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. ഇവിടെ പഠിപ്പിക്കുന്നില്ല എന്ന് പറയരുത്. അല്ല, അത് ഞാൻ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ സ്കൂളിൽ പഠിപ്പിക്കണ അധ്യാപകര് പലവരും ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ പല കുട്ടികളും ആ ട്യൂഷൻ സെന്ററിൽ ചെല്ലുമ്പോ അവരുടെ അഭിപ്രായം എന്താ വെച്ചാ, ഇതേ അധ്യാപകർ തന്നെ അവിടെ വരുമ്പോ നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണു, അതേസമയം ഈ സ്കൂളിൽ വരുമ്പോ അവർക്കൊരു ശ്രദ്ധ ഇല്ല കുട്ടികളോട്. അതെന്താണ്, എന്താ വ്യത്യാസം? ഇവിടെ പഠിപ്പിച്ചില്ലെങ്കിലും ഗവൺമെന്റ് ശമ്പളം കൊടുക്കും, അവിടെ ചെന്നിട്ട് പഠിപ്പിച്ചില്ല അവിടുത്തെ മാനേജ്മെന്റ് അവരെ ഒഴിവാക്കും. കോയ പറഞ്ഞത് ഇവിടുത്തെ അധ്യാപകരുടെ ശ്രദ്ധയിൽ പെടേണ്ട ഒരു വിഷയമാണ്. അല്ല, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ മുഖവരിക്ക് എടുക്കണോ? അതെ, നമ്മളൊരു മീറ്റിങ്ങിന് വരുമ്പോ പരസ്പരം സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലെത്തി ഇതിനെന്ത് പരിഹാരം കാണാം എന്നാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ല വരുന്നത്. നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. അതായത് നമ്മുടെ ഈ സർക്കാർ വിദ്യാലയത്തിലെ അധ്യാപകര് കാശിന് വേണ്ടിയിട്ട് മറ്റ് ട്യൂഷൻ സെന്ററുകളിൽ പോയിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്.
അത് നമ്മൾ കണ്ടുപിടിച്ച് അതിനെതിരെ നടപടി എടുത്ത് റിപ്പോർട്ട് കൊടുക്കും. അതെ, നന്ദി പറയാറായിട്ടില്ല, കാര്യങ്ങൾ പറയട്ടെ എന്നിട്ട് നന്ദി പറയാം. ഇവിടെ പല ഗവൺമെന്റ് സ്കൂളിലും അധ്യാപകർ കയ്യിൽ നിന്ന് കായ് എടുത്തിട്ട് ചായയും പരിപ്പോടം വരെ മേടിച്ചു കൊടുത്തിട്ട് സ്പെഷ്യൽ ക്ലാസ് കൊടുത്തിട്ട് 100% വിജയത്തില് ഗവൺമെന്റ് സ്കൂൾ അങ്ങനെ പലതും ഉണ്ട്. ഈ സ്കൂളിൽ മാത്രം എന്താ പറ്റാത്ത? അതെ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഒരുപാട് കുട്ടികളെ ഈ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരുവാനും ഇവിടെ ഉള്ളവർ ഇവിടുന്ന് പോവാതിരിക്കാനും നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ട നടപടി എടുക്കാൻ എന്താണ് വേണ്ടത് എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലാസ് ഇനി മുതൽ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഇനി ഇവിടെ പഠനം ആ ക്ലാസ്സിൽ ഉണ്ടാവില്ല എന്നല്ലേ സാർ പറഞ്ഞ? ഏതാ 9D അടച്ചു കൂട്ടാൻ പോവാണ് അല്ലേ? അതിലേക്ക് കുട്ടികളില്ല. ഇനി ആ ക്ലാസ് റൂം തുറക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വരണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചോ, നിങ്ങളൊക്കെ മക്കളുണ്ടല്ലോ, അവരൊക്കെ ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലല്ലേ പഠിക്കണേ, വേറെ പ്രൈവറ്റ് സ്കൂളുകളിൽ. അവിടെ നിന്നൊക്കെ TC വാങ്ങിയിട്ട് ആ കുട്ടികളെ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് പഠിക്കണം. ഇത് നല്ല സ്കൂളാണല്ലോ. എന്നിട്ട് ഞങ്ങളെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് ഞങ്ങളുടെ മക്കളെ ഇവിടെ കൊണ്ടുവരാൻ പറയും. അപ്പൊ ഞങ്ങൾ കൊണ്ടുവരാം. അല്ലാതെ അല്ലാതെ നാട്ടുകാരുടെ കുട്ടികൾ എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ, ഞങ്ങൾ പഠിപ്പിക്കണത് എന്തായാലും അത് പഠിച്ചാൽ മതി, ഞങ്ങളുടെ മക്കളൊക്കെ നല്ല രീതിയിൽ പഠിച്ച് നല്ല പോസ്റ്റിലെത്തണം എന്നുള്ള ചിന്ത ഉണ്ടല്ലോ, അത് ശരിയല്ല. എന്നിട്ട് നിങ്ങൾ ഇവിടെ നന്നായിട്ട് പഠിപ്പിക്കുക. അപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ നല്ല പഠിപ്പുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും. അത് മനസ്സിലാക്കി. നന്നായിട്ട് സംസാരിക്കണ്ട കേട്ടാ. രക്ഷപ്പെടാൻ പറ്റിയ ഒരു ബിസിനസ് ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ മാസല്ലേ, ഇവിടുത്തെ കുട്ടികളാദ്യം രക്ഷപ്പെടുത്തുന്നിട്ട് എന്നെ രക്ഷപ്പെടുത്താം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബില് മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.